എന്നതാ കാർത്തിയാനി എല്ലാരും കൂടെ ഈ നേരത്ത്? എന്നാ പറയാനാ, 2 മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെയെങ്കിലും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിൽ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടിവിയിൽ 2:30 സിനിമ കാണണമെന്ന് നിർബന്ധം. നോക്കിയിരിക്കാതെ കയറി വരണേടി പിള്ളേരെ. ഇത് നമ്മുടെ വീടല്ലയോ? എല്ലാത്തിനാ നാണിച്ചിരിക്കുന്നേ. കുഞ്ഞിരാമൻ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങേരെ എവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും 4 കാലയിൽ. പിന്നെ നമുക്ക് എന്നേലും ഇണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ തമ്മിൽ തല്ലിയോ ദേഷ്യം? നാക്കൊന്ന് പിഴച്ചു പോയാ പിന്നെ തല്ലി തന്നെ. വാടി പിള്ളേരെ. അല്ല, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബചിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങൾക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ, ആ TV ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ അവർ സിനിമ കാണട്ടെ. ഇക്കാലത്ത് വിളിച്ചാ വരുന്ന ഒരാശാരിയെ കിട്ടുന്നത് മഹാഭാഗ്യം. ഉള്ളതാ. ഭയങ്കര അണ്ണാശല്യോ അല്ലയോ? ആ ആണെന്നേ. നമസ്കാരം. അല്ല, ഇതാര് കുട്ടപ്പനോ? ഇതെന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ. ഞാനെന്ന് പറഞ്ഞ സംഭാവനയുടെ കാര്യം തോയി സോമാലിയയിലെ പട്ടിണി പാവങ്ങളെ സഹായിക്കാനുള്ളത് അത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. വല്ല 10-500 ഒക്കെ ആണെങ്കിൽ നോക്കാം. ആർക്ക് വേണം തന്റെ 500 തൂമ്പ? ബൂർഷാസിയുടെ സ്ഥിരം നമ്പർ ഇത്. എപ്പോൾ ചോദിച്ചാലും ഇതേ പല്ലവി തന്നെ. വല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. അത് മാത്രം പറയും. മാണി സാറോ ഉമ്മൻചാണ്ടി സാറോ നേരിട്ട് വന്ന് ചോദിച്ചാൽ പോലും കാശിന്റെ കാര്യമില്ലയോ, ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഈ പറഞ്ഞ മൂരാജികൾ ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ പാർട്ടി സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം മിസ്റ്റർ ജോയ്. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിക്കാഗോ തെരുവിധികൾ ഇളക്കിമറിച്ച തൊഴിലാളി മുന്നേറ്റത്തെ കുറിച്ച്, ബൊളീവിയൻ കാടുകളിലെ ഗറില്ല യുദ്ധത്തെ കുറിച്ച്, അൽബേനിയയെ കുറിച്ച്, ആഗോളവൽക്കരണത്തെ കുറിച്ച്, കാറൽ മാർക്സിനെയും ഏംഗൽസിനെയും മഹാനായ ലെനിനെയും സഖാവ് സ്റ്റാലിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്ത് കേട്ടിരിക്കുന്നു? എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ലാന്ന് കുട്ടപ്പൻ അറിയാൻ മേലായോ? പിന്നെ EMSനെയും AKGയെയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം ടീച്ചാച്ച മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നേലും പിശുക്കനായിരുന്നേലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ പാലായി AKG പ്രസംഗിക്കാൻ വന്നപ്പോൾ കുഞ്ഞായിരുന്നേലും ഇച്ചാച്ചൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നതാ ഒരു പ്രസംഗം! മനുഷ്യന്റെ മനസ്സെടുത്തിട്ട് അങ്ങ് അമ്മാനമാടുമല്ലയോ. പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക. കുഞ്ഞായിരുന്നേലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം? എന്നെ കളിയാക്കണോ താൻ? ഇതുപോലെ പല തവണ താൻ അവഹേളിച്ചിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും. നോക്കിക്കോ. എന്നതാ ഒരറിവ്! क्या बोला? I told you earlier, baby. നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, ഇങ്ങോട്ട് പോന്നോ. ഇവിടുത്തെ കാര്യമോ? ദാറ്റ് ഐ വിൽ മാനേജ്. അതെന്നെ, വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതെൻ്റെ വലിയൊരാശയാണ് സാർ. കഴിഞ്ഞ തവണയും ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷേ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വക്കീലിന്റെ കാര്യത്തിന്. ഞാൻ ലോ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ കാര്യത്തിൽ വക്കീൽ വെറുതെ ടെൻഷൻ ആവണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. സമയമാകുമ്പോ പേപ്പർ കയ്യിലെത്തിക്കോളാം. ഓ, താങ്ക് യു ആ, സാർ. എന്നാ വക്കീൽ വിട്ടോ. അങ്ങ് പാലായിൽ എത്തേണ്ടതല്ലേ. പിന്നെ എനിക്ക് ചിലപ്പോൾ വക്കീലിൻ്റെ ഒരു സഹായം വേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. വിഷയമൊക്കെ അപ്പം പറയാം. ഒരു ഡൽഹി കാര്യമാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. എനിക്ക് ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. പിന്നെ റിപ്പബ്ലിക് ദിനത്തിന് അന്നത്തെ കവാത്തും കൊടി പറപ്പിക്കലും ഒക്കെ TV-യിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് മടുത്തു. ഈ കവാത്തെല്ലാം നടത്തിയിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർ കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? അവർ ഈ മറുഭാഷ വിളിച്ച് കൂവിയതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കഞ്ഞി കിട്ടുമോ? ജോയിച്ചൻ എന്നാ ഇന്നൊരു പ്രത്യേക ഡൽഹി വിരോധം? അല്ലടി ആൻസേ, കുറച്ചു മുമ്പ് സണ്ണി വിളിച്ചായിരുന്നു. അവനെന്തോ ഡൽഹി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന പാവം സണ്ണിയുടെ ജീവിതത്തിലൂടെ ഒരു പ്രശ്നം എത്തിപ്പിടിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്ന് എത്രയുണ്ട് തങ്കച്ചാ ഷീറ്റ്? 45 ഉള്ളൂ. 2-3 ദിവസമായിട്ട് മൂടിക്കെട്ട് കിടക്കുമായിരുന്നല്ലോ. ഇന്നൊരു തെളിച്ചമുണ്ട്. വരണം വക്കീലേ. എന്നതാടാ വക്കീലേ നിനക്ക് രാവിലെ ഇത്ര ഗൗരവം? നിന്റെ കേരള പിന്നെയും പിളർന്നു? അതോ നിന്റെ ഏതെങ്കിലും കള്ളസാക്ഷി മറുകോടടിച്ചോ? അതോ നിനക്ക് എയ്ഡ്സ് പിടിച്ചു? എന്നാടാ? സംഗതി കുറച്ച് സീരിയസാ. നീ വന്നേ. എടാ ജോയി,
എനിക്ക് നിന്റെ വീട്ടിൽ ഒരാളെ, ചിലപ്പോൾ രണ്ടുപേരെ ഒളിപ്പിക്കണം. എന്റെ കർത്താവ്, എന്റെ വീട്ടിൽ ആളെ ഒളിപ്പിക്കാൻ നീ എന്റെതാ നീ പറയുന്നത്? ഞാൻ പറയുന്നത് വേണ്ട വേണ്ട, വല്ല കൊലപാതകളോ തീവ്രവാദികളോ മറ്റോ വന്നോടാ. ജോയി, നിനക്കെന്നെ കീന ഇളകി. ഞാനും ആൻസിയും പിള്ളേരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് നടക്കുന്ന കാര്യം വന്നു. നീ ഒന്ന് അടങ്ങ് ജോയി. ഇത് തീവ്രവാദിയും കൊലപാതകവും ഒന്നുമല്ല, ഒരു പെണ്ണും ചെറുക്കനുമാ. പെണ്ണും ചെറുക്കനും? അതേടാ, കാമുകി കാമുകന്മാർ. കാമുകി കാമുകന്മാർ? ഈ കാമുകി കാമുകന്മാരെന്നൊരു വർഗമുള്ള നേരാന്നറിയാം. അവർ ഒളിച്ചോടിപ്പോയതിന്റെയും ആത്മഹത്യ ചെയ്തതിന്റെയും വാർത്തകൾ എത്രയാ പത്രത്തിൽ വായിക്കുന്നത്. ഈ സ്നേഹിച്ചെന്നും വെച്ച് ഓടിച്ചാടി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഭാര്യയോട് മര്യാദയും പറഞ്ഞ് പിള്ളേരുമായിട്ട് എന്നെ പോലെ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാമുകി കാമുകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. കഥയിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാച്ചൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞുനാളിലെ പോയി കണ്ട സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരല്ലല്ലോ. വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ. ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വിലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 1-2 പെണ്ണുങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിൻ്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. നീ ഈ കാമുകി കാമുമാരെ കണ്ടിട്ടുണ്ടോ സണ്ണി? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെയും ആൻസിയാ ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള, ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലൂടെ സണ്ണി? നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്മിലും ഒക്കെ പുല്ലിയത്തുകാരുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ? നീ ഉള്ള സത്യം പറ. എന്നാ പറഞ്ഞാലും എൻ്റെ സണ്ണി, എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ പോലെ ഏതാണ്ട് പോലെ. വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആശാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു? ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് അവിടെ എന്നെ പറ്റിച്ചെല്ലിയൂടാ. അവൾക്ക് ഗർഭമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതെന്നതേലും ആവട്ടെ. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. യവൻ അവളുടെ രോമത്തെ പോലും തൊട്ടിട്ടില്ല. ഇത് ഞാൻ അവർ രണ്ടുപേരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതാ. ഓഹോ, അപ്പൊ വക്കീലാന്നും പറഞ്ഞ് നീ ഇതൊക്കെയാണോ അന്വേഷിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് വെച്ചു. എടാ, എനിക്ക് ഇപ്പൊ ഈ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിനുള്ള എന്റെ ഫയല് ഡീൽ ചെയ്യുന്ന ലോ സെക്രട്ടറി യോഹന്നാൻ സാർ കാമുകിയുടെ ഇപ്പാപ്പന. അങ്ങേർക്ക് അവളെ വലിയ കാര്യമാണ്. ഇതാ അന്ന് അങ്ങേര് സെക്രട്ടേറിയറ്റ് വെച്ച് പറഞ്ഞ ഡൽഹി കാര്യം. നമുക്കിതൊന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അല്ല, എന്നാ പിന്നെ നിനക്ക് അവരെ നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചാലെന്നെ? നിനക്കറിയാമല്ലേ ജോയി, കൊച്ചുറാണിയുടെ കാര്യം. ഒരു 10 പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും അവളുടെ നാക്ക്. അതും ശരിയാ. 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ആലോചിക്കുന്നത്. ഒന്ന്, നിനക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ഒരുപാട് നാളത്തെ നിന്റെ വലിയൊരു ആശയാണ്. പിന്നെ ആ ചെലവിൽ നമുക്ക് കാമുകി കാമുകന്മാരെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. നീ വിഷമിക്കാതെ രാസണി, നമുക്ക് എന്നതേലും ഒരു വഴി ഉണ്ടാക്കാം. ആൻസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമാണ്. അതും നീ എനിക്ക് വിട്ടാരെ, ഞാൻ ഏറ്റു. ആൻസിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം.